ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചധികം ദിവസമായി മട്ട അരി വെച്ചിട്ട് ഇവിടെ ചോറ് വെച്ചിട്ട് ഉച്ചയൂണെന്ന് മനസ്സ് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്ന കുറച്ച് കറികൾ വെച്ചിട്ടാണ് ഇന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ പയർ മെഴുക്കുവരട്ടി. പല നാടുകളിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്കിത് മെഴുക്കുവരട്ടിയാണ്. ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കഴിക്കാൻ ഒരു മോര് കാച്ചിയത് നിർബന്ധമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൈരൊന്ന് ഉടച്ചെടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട്. അതിനിടയിൽ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അങ്ങനെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഊണ് കഴിച്ചാലോ? കുറച്ച് ചോറും തലേ ദിവസം ഞാൻ വെച്ച മുളകിട്ട സാൽമൺ ഫിഷ് കറിയും അതിന്റെ കൂടെ സവാളയും മുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്ത പയറ് മെഴുക്കുവരട്ടിയും കൂട്ടത്തിൽ ഈ ഒരു മോര് കാച്ചിയും. ഈ ഒരു കോംബോ പ്ലേറ്റിലെടുത്ത് കഴിക്കുന്ന തൊട്ട് മുമ്പുള്ള ആ ഒരു നിമിഷം, ആ ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ചോറും കറിയൊക്കെ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത്. നാടും വീടും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോൾ നാട്ടിലുള്ള ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും എന്നെ കളിയാക്കി പറയാറുണ്ട് ഞാൻ ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. അത് പലപ്പോഴും സത്യമാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. രാവിലെ എണ്ണിക്കുമ്പോഴേ ഇന്ന് എന്ത് കഴിക്കാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇന്ന് എന്ത് കഴിക്കാൻ വാങ്ങിക്കും എന്നുള്ള കൺഫ്യൂഷനാണ് എനിക്ക് എപ്പോഴും. ഇന്നത്തെ ലഞ്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. അങ്ങനെ ഹെവി ആയിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് TV ഒക്കെ കണ്ടിരുന്നപ്പോഴാണ് ഐസ്ക്രീം ഉള്ള കാര്യം ഓർത്തത്. 2 ഫ്ലേവേഴ്സ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഒന്ന് അരുണിന്റെ വാനില ഐസ്ക്രീമും എന്റെ പിസ്താഷ്യോ ആൽമണ്ടും. തൽക്കാലം ഇന്ന് ഇത്രേ ഉള്ളൂ, ബാക്കി നാളെ.